ആദ്യം നമുക്ക് 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ വർക്കിംഗ് പഠിക്കാം. 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനും ഉണ്ട്, 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിനും ഉണ്ട്. വർക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. ചെറിയ 1-2 കാര്യങ്ങളിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ആദ്യം നമുക്ക് 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഈ ഫിഗർ, ഇത് ഒരു സിലിണ്ടറിൻ്റെ 4 പൊസിഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത്, ഇതാണ് സിലിണ്ടർ കേസ് എന്ന് പറയുന്നത്. ഇത് പിസ്റ്റൺ. ഈ പിസ്റ്റൺ കണക്റ്റിംഗ് റോഡ് വഴി ക്രാങ്ക് ഷാഫ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഈ പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോൾ മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യുന്ന സമയത്ത് അത് ഈ കണക്റ്റിംഗ് റോഡ് ഉപയോഗിച്ച് അതിൻ്റെ മൂവ്മെൻറ്റ് ഇവിടെ എത്തപ്പോഴേക്കും അതൊരു റോട്ടറി മോഷനായിട്ട് കൺവേർട്ട് ആവും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ കണക്റ്റിംഗ് റോഡും ഈ ക്രാങ്ക് ഷാഫ്റ്റും ഒക്കെ ഉള്ളത്. അതൊന്നും ഇതിൻ്റെ വർക്കിങ്ങിന് ഈ കാര്യങ്ങളൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. എന്തായിരുന്നാലും ഈ പിസ്റ്റൺ ഇതിൻ്റെ സിലിണ്ടറിൻ്റെ അകത്ത് കിടന്ന് റെസിപ്രോക്കേറ്റ് ചെയ്യും. അതിൻ്റെ ഔട്ട്പുട്ട് പുറത്തോട്ട് എടുക്കപ്പോഴേക്കും അതൊരു റോട്ടറി മോഷനായിട്ട് കൺവേർട്ട് ആവും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് സിലിണ്ടർ, ഇത് പിസ്റ്റൺ. പിന്നെയുള്ള മെയിനായിട്ടുള്ള കമ്പോണൻസ് ഇതിൽ ഈ ഒരു വാൾവുകളാണ്. ഇത് ഇൻലെറ്റ് വാൾവ് എന്ന് പറയും. ഈ 1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഇത് ഇൻലെറ്റ് വാൾവ് എന്ന് പറയും. ഇത് ഓപ്പൺ ആയ പൊസിഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ക്ലോസ്ഡ് ആയ പൊസിഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് ഇൻലെറ്റ് വാൾവ് എന്ന് പറയും. ഇത് ഔട്ട്ലെറ്റ് വാൾവ് അല്ലെങ്കിൽ എക്സോസ്റ്റ് വാൾവ് എന്ന് പറയും. അതായത് ഇതിൻ്റെ അകത്തുള്ള ഗ്യാസ് എല്ലാം പുറത്തോട്ട് പോകാനുള്ള വാൾവ്, അത് എക്സോസ്റ്റ് വാൾവ് എന്ന് പറയും. ഇത് ക്ലോസ്ഡ് കണ്ടീഷനാണ്. ഈ കാണിച്ചിരുന്നതെല്ലാം ക്ലോസ്ഡ് കണ്ടീഷനാണ്. ഇത് ഓപ്പൺ ആയ കണ്ടീഷനാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തുള്ള മെയിൻ കമ്പോണൻസ്. പിന്നെ ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഈ നടുക്ക് കൊടുത്തിരിക്കുന്ന ഈ സ്പാർക്ക് പ്ലഗ് ആണ്. ഈ സ്പാർക്ക് പ്ലഗ് എന്താണെന്ന് കേട്ട് കാണും. ഈ സ്പാർക്ക് പ്ലഗ് എന്ന് പറഞ്ഞാൽ സ്പാർക്ക് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസ്. വളരെ ഹൈ വോൾട്ടേജ് സ്പാർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബാറ്ററി ഉപയോഗിച്ച് ബാക്കി അതിൻ്റെ അകത്ത് ചെറിയ ട്രാൻസ്ഫോമറൊക്കെ കാണും. അത് ഉപയോഗിച്ച് വളരെ ഹൈ വോൾട്ടേജിൽ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ സ്പാർക്ക് ഉപയോഗിച്ചാണ് ഇത് ബേൺ ചെയ്യുന്നത്. അതിൻ്റെ അകത്തുള്ള പെട്രോൾ ബേൺ ചെയ്യുന്ന ഈ ഡിവൈസ് ഉപയോഗിച്ച് സ്പാർക്ക് കൊടുത്തിട്ടാണ്. അപ്പോൾ ഇതാണ് ഈ 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പഠിക്കാം. ഞാൻ ഈ ആരോയിൽ കാണിച്ചിരിക്കുന്ന ഈ പിസ്റ്റൻ്റെ മൂവ്മെൻ്റ് ആണ്. പിസ്റ്റൺ താഴോട്ടും മുകളിലോട്ടും മൂവ് ചെയ്യുന്ന. ഇതിപ്പം 4 സ്ട്രോക്ക് ആണെന്ന് പറഞ്ഞു. ഈ 4 സ്ട്രോക്ക് ഓരോ സ്ട്രോക്കും റെപ്രസെൻ്റ് ചെയ്യാനുള്ള ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ പിസ്റ്റൻ്റെ താഴോട്ടും മുകളിലോട്ടുള്ള മൂവ്മെൻറ്റിനെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഒന്നീ മുകളിൽ നിന്ന് താഴോട്ട് മൂവ് ചെയ്യും, അല്ലെങ്കിൽ താഴെ നിന്ന് മുകളിലോട്ട് മൂവ് ചെയ്യും. ഇതിനെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഒന്നി താഴോട്ട് മൂവ് ചെയ്യും, അതിനൊരു സ്ട്രോക്ക് എന്ന് പറയും. അല്ലെങ്കിൽ താഴെ നിന്ന് മുകളിലോട്ട് മൂവ് ചെയ്യുന്ന അതിന് ഒരു സ്ട്രോക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 4 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ 4 സ്ട്രോക്ക് കൊണ്ടായിരിക്കും ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. 4 സ്ട്രോക്ക് എന്ന് പറയുമ്പം ആദ്യം താഴോട്ട്, പിന്നെ മുകളിലോട്ട്, പിന്നെയും താഴോട്ട്, പിന്നെയും മുകളിലോട്ട്, അങ്ങനെ 4 സ്ട്രോക്ക് കൊണ്ടായിരിക്കും ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. ഇതിപ്പോൾ പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്ന സൈക്കിൾ ബേസ് ചെയ്താണ് ഈ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ ഓട്ടോ സൈക്കിൾ ബേസ് ചെയ്താണ് ഈ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. ഓട്ടോ സൈക്കിൾ OTTO. ഡീസൽ എഞ്ചിനാണെങ്കിൽ ഡീസൽ സൈക്കിൾ ഉപയോഗിച്ചായിരിക്കും വർക്ക് ചെയ്യുന്നത്. പെട്രോൾ എഞ്ചിനാണെങ്കിൽ ഓട്ടോ സൈക്കിൾ ഉപയോഗിച്ചായിരിക്കും വർക്ക് ചെയ്യുന്നത്. OTTO, അതാണ് സ്പെല്ലിംഗ്. ഈ ഓട്ടോ സൈക്കിളും ഡീസൽ സൈക്കിളും സിലബസിൽ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാം. അപ്പം ഓട്ടോ സൈക്കിൾ ഉപയോഗിച്ചാണ് ഈ എഞ്ചിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഓട്ടോ സൈക്കിളാണ്. അപ്പോൾ ഈ ഓട്ടോ സൈക്കിൾ 4 സ്ട്രോക്ക് കൊണ്ടായിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ 4 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുന്നത്. 4 സ്ട്രോക്ക് കൊണ്ടായിരിക്കും ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. ഈ സ്ട്രോക്കിനെ ഓരോന്നിനും ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. ആദ്യം മുകളിൽ നിന്ന് താഴോട്ടാണ് പിസ്റ്റൺ മൂവ് ചെയ്യുന്നത്. അതിനെ സക്ഷൻ സ്ട്രോക്ക് എന്ന് പറയും. അത് കഴിഞ്ഞ് താഴെ നിന്ന് മുകളിലോട്ട് മൂവ് ചെയ്യുന്നതിനെ കംപ്രഷൻ സ്ട്രോക്ക് എന്ന് പറയും. വീണ്ടും മുകളിൽ നിന്ന് താഴോട്ട് മൂവ് ചെയ്യുന്നതിനെ പവർ സ്ട്രോക്ക് എന്ന് പറയും. തിരിച്ച് താഴെ നിന്ന് മുകളിലോട്ട് മൂവ് ചെയ്യുന്നതിന് എക്സോസ്റ്റ് സ്ട്രോക്ക് എന്നും പറയും. എന്താണോ ഇതിൽ സംഭവിക്കുന്നത് അതിനെ ബേസ് ചെയ്താണ് ഈ പേരെല്ലാം കൊടുത്തതാണ്. സക്ഷൻ സ്ട്രോക്ക്, കംപ്രഷൻ സ്ട്രോക്ക്, പവർ സ്ട്രോക്ക്, എക്സോസ്റ്റ് സ്ട്രോക്ക്. അപ്പോൾ എന്താണോ ഇവിടെ നടക്കുന്നത്, എന്ത് പ്രോസസ്സാണോ നടക്കുന്നത് അതിനെ ബേസ് ചെയ്താണ് ഈ പേര് ഓരോന്നും കൊടുത്തിട്ടുള്ളത്. ഈ പിസ്റ്റൺ മുകളിൽ ആണ് നിൽക്കുന്നതെങ്കിൽ, മുകളിലെന്ന് പറയുമ്പം ഇവിടുത്തെ ഈ എൻഡിൽ ടച്ച് ചെയ്യത്തില്ല, കുറച്ചൊരു ക്ലിയറൻസ് ഉണ്ടാവും. പിസ്റ്റൺ ഇവിടെ നിന്ന് മുകളിലോട്ട് മൂവ് ചെയ്താൽ ഈ പോർഷൻ വരെയൊക്കെ മൂവ് ചെയ്യത്തുള്ളൂ. അതിനെ ടോപ്പ് ഡെഡ് സെൻറ്റർ എന്നാണ് പറയുന്നത്. പിസ്റ്റൺ ഒരിക്കലും മൂവ് ചെയ്ത് ഇപ്പോഴത്തെ എക്സ്ട്രീം എൻഡിൽ വരത്തില്ല. കുറച്ചൊരു ക്ലിയറൻസ് ഇവിടെ ഉണ്ടായിരിക്കും. കാരണം എക്സ്ട്രീം എൻഡിൽ വന്നാൽ ഈ വാളും ഈ സ്പാർക്ക് പ്ലഗിലും ഒക്കെ ഇടിച്ച് ചിലപ്പോൾ പൊട്ടിപ്പോയിരിക്കും. അപ്പോൾ എന്തായിരുന്നാലും ഈ പിസ്റ്റൺ മൂവ് ചെയ്ത് മുകളിലോട്ട് മൂവ് ചെയ്ത് ഈ എൻഡ് വരെ എത്തത്തില്ല. കുറച്ചൊരു ക്ലിയറൻസ് വെച്ച് ഇവിടെ വരെ ആയിരിക്കും വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു എൻഡിനെ ടോപ്പ് ഡെഡ് സെൻറ്റർ എന്നാണ് പറയുന്നത്. TDC, ടോപ്പ് ഡെഡ് സെൻറ്റർ എന്ന് പറയും. താഴോട്ട് മൂവ് ചെയ്യുന്ന എക്സ്ട്രീം കണ്ടീഷനെ ബോട്ടം ഡെഡ് സെൻറ്റർ എന്നുമായിരിക്കും പറയുന്നത്. അപ്പം ടോപ്പ് ഡെഡ് സെൻറ്ററും ബോട്ടം ഡെഡ് സെൻറ്ററും, മുകളിലത്തെ എൻഡിനെ ടോപ്പ് ഡെഡ് സെൻറ്റർ എന്ന് പറയും,
താഴത്തെ എൻഡിനെ ബോട്ടം ഡെഡ് സെൻറ്റർ എന്ന് പറയും. അപ്പോൾ ഈ പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്ത് മേ ബി ഇതുവരെ ആയിരിക്കും എത്തുന്നത്, അതിനെ ബോട്ടം ഡെഡ് സെൻറ്റർ എന്ന് പറയും. മുകളിലോട്ട് മൂവ് ചെയ്യുന്ന ഔട്ടർ എക്സ്ട്രീമിനെ ടോപ്പ് ഡെഡ് സെൻറ്റർ എന്ന് പറയും. അപ്പോൾ പിസ്റ്റൺ മൂവ് ചെയ്യുന്നത് ഒന്നുകിൽ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്ററിലോട്ടായിരിക്കും, അല്ലെങ്കിൽ ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെൻറ്ററിലോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ ടേംസ് എന്ന് പറയുന്നത്. ഇനി ആദ്യം നമുക്ക് വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ പെട്രോൾ എഞ്ചിനിൽ പിസ്റ്റൺ ആദ്യം ഇതിൻ്റെ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഈ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പിസ്റ്റൺ മുകളിലായിരിക്കും. മുകളിൽ നിന്ന് താഴോട്ടായിരിക്കും പിസ്റ്റൺ മൂവ് ചെയ്യുന്നത്. അതാണ് ഈ ആരോയിൽ കാണിച്ചിരിക്കുന്നത്. പിസ്റ്റൺ മുകളിൽ നിന്ന് താഴോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. അങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആവും. അത് കറക്റ്റായിട്ട് ഈ പിസ്റ്റൺ മുകളിൽ നിന്ന് താഴോട്ട് മൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ വാൾവ് ഓപ്പൺ ചെയ്യും. അതിന് ക്യാം മെക്കാനിസം എല്ലാം ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ക്യാം മെക്കാനിസം ഒക്കെ ഉപയോഗിച്ചാണ് കറക്റ്റ് ടൈമിങ്ങിൽ ഈ രണ്ട് പിസ്റ്റൺ ആയിരുന്നാലും കറക്റ്റ് ടൈമിങ്ങിൽ ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ഒക്കെ ചെയ്യുന്നത് ക്യാം മെക്കാനിസം ഒക്കെ ഉപയോഗിച്ചാണ്. അതിൻ്റെ പുറകെ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും പിസ്റ്റൺ മുകളിൽ നിന്ന് താഴോട്ട് മൂവ് ചെയ്യും. മുകളിൽ നിന്ന് താഴോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആവും. ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആകുമ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഈ കാർബറേറ്ററിൽ നിന്ന് എയർ ഫ്യൂവൽ മിക്സ്ചർ ഇതിൻ്റെ അകത്തോട്ട്, ഈ സിലിണ്ടറിൻ്റെ അകത്തോട്ട് കയറും. ശ്രദ്ധിക്കുക, എയർ ഫ്യൂവൽ മിക്സ്ചറാണ് ഇതിൻ്റെ അകത്തോട്ട് കയറുന്നത്. അതായത് എയറും ഫ്യൂവലും കൂടെയുള്ള മിക്സ്ചർ. ഇവിടെ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ പെട്രോളാണ്. അപ്പം എയറും പെട്രോളും കൂടെയുള്ള മിക്സ്ചർ, അതിനെ നമ്മൾ സാധാരണ എയർ ഫ്യൂവൽ മിക്സ്ചർ എന്നാണ് പറയുന്നത്. അത് കാർബറേറ്റർ എന്ന് പറയുന്ന ഡിവൈസ്. അത് പെട്രോൾ എൻജിൻസിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ഡിവൈസ്. കേട്ട് കാണും കാർബറേറ്റർ എന്നുള്ളത്. അപ്പോൾ ഈ കാർബറേറ്റർ എന്ന് പറയുന്ന ഡിവൈസിൽ നിന്ന് എയർ ഫ്യൂവൽ മിക്സ്ചർ ഇതിൻ്റെ അകത്തോട്ട് കയറും. എന്ത് പ്രൊപ്പോർഷനിലാണ്, ഈ എയർ എത്ര പ്രൊപ്പോർഷൻ ഉണ്ട്, ഫ്യൂവൽ എത്ര പ്രൊപ്പോർഷൻ ഉണ്ട് എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഈ കാർബറേറ്ററാണ്. കാർബറേറ്റർ ഉപയോഗിച്ചാണ് എയറും ഈ പെട്രോളും കൂടി മിക്സ് ചെയ്യുന്നത്. എയർ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എയർ ഫിൽറ്റർ വഴി എയർ കാർബറേറ്ററിലെത്തും. നമ്മുടെ പെട്രോൾ ടാങ്കിൽ നിന്ന് അത് ഫ്യൂവൽ കുറച്ച് ഫിൽറ്റർ ചെയ്ത് അതും കൂടെ ഈ കാർബറേറ്ററിലോട്ടെത്തും. കാർബറേറ്ററിൻ്റെ അകത്ത് വെച്ചിട്ടാണ് അത് മിക്സ് ചെയ്യുന്നത്. കറക്റ്റ് പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്യുന്നതും അത് ഈ ഇൻലെറ്റ് വാൾവ് വഴി ഈ സിലിണ്ടറിൻ്റെ അകത്തോട്ട് എത്തിക്കുന്നത്. അപ്പോൾ പിസ്റ്റൺ മുകളിൽ നിന്ന് താഴോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആവും. ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആകുമ്പോൾ കാർബറേറ്ററിൽ നിന്ന് എയർ ഫ്യൂവൽ മിക്സ്ചർ ഇതിൻ്റെ അകത്തോട്ട്, ഈ സിലിണ്ടറിൻ്റെ അകത്തോട്ട് കയറും. അപ്പം ഈ പിസ്റ്റൺ മുകളിൽ നിന്ന് താഴോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു സക്ഷൻ ഫോം ആവുന്നുണ്ട്. അപ്പോൾ സക്ഷൻ ഫോം ആവുന്ന കൂട്ടത്തിലാണ് ഈ ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആവുന്നതും എയർ ഫ്യൂവൽ മിക്സ്ചർ ഇതിൻ്റെ അകത്തോട്ട് കയറുന്നതും. അതുകൊണ്ട് അതിനെ സക്ഷൻ സ്ട്രോക്ക് എന്നാണ് പറയുന്നത്. അപ്പം പിസ്റ്റൺ മുകളിൽ നിന്ന് താഴോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തൊരു സക്ഷൻ ക്രിയേറ്റ് ആവും. ആ സമയം ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ചെയ്ത് അത് ഈ സിലിണ്ടറിൻ്റെ അകത്തോട്ട് എയർ ഫ്യൂവൽ മിക്സ്ചർ എത്തും. കാർബറേറ്ററിൽ നിന്ന് എയർ ഫ്യൂവൽ മിക്സ്ചർ ഇതിൻ്റെ അകത്തോട്ട് എത്തും. ഈ പിസ്റ്റൺ താഴോട്ട് എത്തിക്കഴിഞ്ഞതിന് ശേഷം പിസ്റ്റൺ തിരിച്ച് മുകളിലോട്ട് പോകും. കാരണം ഇതിവിടെ റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പിസ്റ്റൺ മുകളിലോട്ട് പോയിക്കോളും. അങ്ങനെ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഈ രണ്ട് വാൾവും ക്ലോസ് ആയിരിക്കും. ഇതിവിടെ ഓപ്പണായി, അത് കഴിഞ്ഞിട്ട് പിസ്റ്റൺ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇതങ്ങ് ക്ലോസ് ആകും. അപ്പോൾ ഈ രണ്ട് വാൾവും ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് എയർ ഫ്യൂവൽ മിക്സ്ചർ ഇരിക്കുകയാണ്. അപ്പോൾ പിസ്റ്റൺ മുകളിലോട്ട് മൂവ് ചെയ്യും തോറും അത് കയറിങ്ങ് കംപ്രസ്ഡ് ആവും. ഈ പിസ്റ്റൺ മുകളിലെത്തുക ഈ ഒരു എക്സ്ട്രീം എൻഡ്, ടോപ്പ് ഡെഡ് സെൻറ്റർ എന്ന് പറയുന്ന ആ എക്സ്ട്രീം എൻഡ് വരെ പിസ്റ്റൺ മുകളിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുള്ള എയർ ഫ്യൂവൽ മിക്സ്ചർ കയറി അങ്ങ് കംപ്രസ്ഡ് ആവും. വളരെ ഹൈ പ്രഷറിൽ അങ്ങ് കംപ്രസ്ഡ് ആവും. കംപ്രസ്ഡ് ആവുന്ന ആ ഒരു സ്ട്രോക്കിനെയാണ് കംപ്രഷൻ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അതായത് പിസ്റ്റൺ താഴത്ത് ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെൻറ്ററിലോട്ട് മൂവ് ചെയ്യുന്ന ആ ഒരു സ്ട്രോക്ക്. അപ്പോൾ ആ സമയത്ത് എയർ ഫ്യൂവൽ മിക്സ്ചർ ഇതിൻ്റെ അകത്തുണ്ടായിരിക്കും. അത് കയറി അങ്ങ് കംപ്രസ്ഡ് ആവും. കാരണം അതിന് പുറത്തു പോകാൻ വേറെ വാൾവ് ഓപ്പണിംഗ് ഒന്നുമില്ല. ഈ രണ്ട് വാൾവും ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഈ പിസ്റ്റൺ മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് കയറി അങ്ങ് കംപ്രസ്ഡ് ആവും. എയർ ഫ്യൂവൽ മിക്സ്ചർ ഇതിൻ്റെ അകത്ത് അങ്ങ് കംപ്രസ്ഡ് ആവും. ആ സ്ട്രോക്കിനെയാണ് കംപ്രഷൻ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അങ്ങനെ പിസ്റ്റൺ മുകളിലത്തെ എക്സ്ട്രീം എൻഡ് വരെ എത്തി, ടോപ്പ് ഡെഡ് സെൻറ്റർ വരെ എത്തി. അങ്ങനെ എത്തുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഈ സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ച് ഒരു സ്പാർക്ക് അവിടെ പ്രൊഡ്യൂസ് ആവും. അതിന് ബാറ്ററി എന്നുള്ള കണക്ഷൻ കാണും. കറക്റ്റ് ടൈമിങ്ങിൽ ഈ പിസ്റ്റൺ മുകളിലെ എക്സ്ട്രീം എൻഡിൽ, അതായത് ടോപ്പ് ഡെഡ് സെൻറ്ററിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഒരു സ്പാർക്ക് ചെറുതായിട്ട് കൊടുക്കും. വളരെ ഹൈ വോൾട്ടേജിലുള്ള സ്പാർക്കാണ്. ആ സ്പാർക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നതോടെ അതങ്ങ് കത്തി അങ്ങ് പിടിക്കും. പെട്ടെന്ന് എയർ ഫ്യൂവൽ മിക്സ്ചർ അങ്ങ് പെട്ടെന്ന് കത്തിപ്പിടിക്കും. അങ്ങനെ കത്തിപ്പിടിക്കുമ്പോൾ അതൊരു റിയാക്ഷൻ ആണല്ലോ, ചെറിയൊരു എക്സ്പ്ലോഷൻ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അതൊരു കമ്പസ്റ്റിംഗ് പ്രോസസ്സാണ്. എയർ ഫ്യൂവൽ മിക്സ്ചർ കത്തുന്ന, അതങ്ങ് ബേൺ ചെയ്യുന്ന കമ്പസ്റ്റിംഗ് പ്രോസസ്സാണ്. അപ്പോൾ ആ കമ്പസ്റ്റിംഗ് നടക്കുന്നുണ്ട്, എയർ ഫ്യൂവൽ മിക്സ്ചർ കമ്പസ്റ്റ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് വളരെ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ആവും. അതുപോലെ തന്നെ ലോട്ട് ഓഫ് എക്സോസ്റ്റ് ഗ്യാസസ്, ബേൺഡ് ഗ്യാസസ് ഒരുപാട് പ്രൊഡ്യൂസ് ആവും. അപ്പോൾ അത് കാരണം അതിൻ്റെ അകത്തുള്ള പ്രഷർ സഡനായിട്ട് പിന്നെയും കൂടും. അത് സഡനായിട്ട് പ്രഷർ കൂടുന്നത് കാരണം ഈ പിസ്റ്റനെ മുകളിൽ നിന്ന് താഴോട്ട് പുഷ് ചെയ്യും. ആണ് പിസ്റ്റൻ മുകളിൽ നിൽക്കുകയാണ്, അവിടെ നിന്ന് ഈ കമ്പസ്റ്റിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. സ്പാർക്ക് കൊടുക്കുന്നതും പെട്ടെന്ന് കത്തിപ്പിടിക്കും. പെട്ടെന്ന് ഹീറ്റ് എനർജി, ഒരുപാട് ലോട്ട് ഓഫ് ഹീറ്റ് എനർജി ഉണ്ടാവും. ഒരുപാട് ബേൺഡ് ഗ്യാസസ്, ഒരുപാട് എക്സോസ്റ്റ് ഗ്യാസസ് ഉണ്ടാവും. അതെല്ലാം കാരണം ഇതിൻ്റെ അകത്ത് ഈ ഏരിയയിലുള്ള പ്രഷർ വളരെ സഡനായിട്ട് അങ്ങ് വളരെ കൂടും. അത് കാരണം ഹൈ പ്രഷർ കാരണം
ഈ പിസ്റ്റനെ അത് താഴോട്ട് പുഷ് ചെയ്യും. അതിനെയാണ് പവർ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഈ പവർ സ്ട്രോക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഇത്രയും ചെയ്തത്. അപ്പം പിസ്റ്റൺ ഈ സ്പാർക്ക് പ്ലഗ് കൊടുത്ത് സ്പാർക്ക് കൊടുക്കുന്നതും ആ എയർ ഫ്യൂവൽ മിസ്റ്റർ പെട്ടെന്ന് അങ്ങ് ബേൺ ആവും, പെട്ടെന്ന് അങ്ങ് കത്തിപ്പിടിക്കും. ചെറിയൊരു എക്സ്പ്ലോഷൻ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പെട്ടെന്ന് അങ്ങ് കത്തിപ്പിടിക്കുകയും അത് കാരണം ലോട്ട് ഓഫ് എക്സോസ്റ്റ് ഗ്യാസസ് ഉണ്ടാവും, വളരെ ഹൈ പ്രഷർ ഫോം ചെയ്യും, വളരെ ഹൈ ഹീറ്റ് എനർജിയൊക്കെ ലിബറേറ്റ് ആവും. അപ്പോൾ അത് കാരണം ഈ പിസ്റ്റനെ മുകളിൽ നിന്ന് താഴോട്ട് പുഷ് ചെയ്യും. ആ താഴോട്ട് പുഷ് ചെയ്യുന്നതിനെയാണ് പവർ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പം ആ പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്തും ഈ രണ്ട് വാൾവും ക്ലോസ്ഡ് തന്നെയായിരിക്കും. അപ്പോൾ പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്യുന്നു, അതാണ് പവർ സ്ട്രോക്ക്. പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്തിട്ട് പിന്നെ അത് തിരിച്ച് വീണ്ടും അത് മുകളിലോട്ട് മൂവ് ചെയ്യും. ഈ ഒരു റൊട്ടേഷൻ്റെ ആ ഒരു ഇനർഷ്യ കാരണം പിസ്റ്റൺ തിരിച്ച് വീണ്ടും മുകളിലോട്ട് മൂവ് ചെയ്യും. അങ്ങനെ മുകളിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ആവും. എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ആയി ഇതിൻ്റെ അകത്തുള്ള ബേൺ ചെയ്ത് കഴിഞ്ഞ ഈ എക്സോസ്റ്റ് ഗ്യാസസ് ഇതുവഴി പുറത്തോട്ടങ്ങ് പോകും. പുറത്തോട്ട് പോകുകയെന്ന് പറഞ്ഞാൽ സൈലൻസർ വഴി പുറത്തോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഈ പിസ്റ്റൺ താഴെ നിന്ന് മുകളിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ എക്സോസ്റ്റ് വാൾവ് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവുകയും ഈ ബേൺഡ് ഗ്യാസസ് ഈ വാൾവ് വഴി പുറത്തോട്ട് പോവുകയും ചെയ്യും. ആ സ്ട്രോക്കിനെയാണ് എക്സോസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാം പുറത്ത് പോയി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ പിസ്റ്റൺ മുകളിലെത്തപ്പോഴേക്കും ഈ വാൾവ്, ഈ എക്സോസ്റ്റ് വാൾവ് അങ്ങ് ക്ലോസ് ആവും, പകരം ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആവും. അപ്പോൾ പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്യും, ഇതിൻ്റെ അകത്തൊരു സക്ഷൻ ക്രിയേറ്റ് ആവും. അപ്പോൾ ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആയി ഇതിൻ്റെ അകത്ത് വീണ്ടും ഫ്രഷ് ആയിട്ടുള്ള എയർ ഫ്യൂവൽ മിക്സ്ചർ ഇതിൻ്റെ അകത്തോട്ട് കയറും. പിന്നെയും പിസ്റ്റൺ മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ അത് കയറി കംപ്രസ്ഡ് ആവും. ഈ ഒരു സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം 4 സ്ട്രോക്ക് കൊണ്ടാണ് ഈ സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. 4 സ്ട്രോക്കിൽ ഒരു സ്ട്രോക്ക് പവർ സ്ട്രോക്ക് ആയിരിക്കും. ആദ്യത്തെ സ്ട്രോക്കിനെ സക്ഷൻ സ്ട്രോക്ക് എന്ന് പറയും, കാരണം അവിടെ സക്ഷനാണ് നടക്കുന്നത്. രണ്ടാമത്തെ സ്ട്രോക്കിനെ കംപ്രഷൻ സ്ട്രോക്ക് എന്ന് പറയും, കാരണം അതിന് എയർ ഫ്യൂവൽ മിക്സ്ചറിനെ കംപ്രസ് ചെയ്യുന്ന സ്ട്രോക്കാണ് കംപ്രഷൻ സ്ട്രോക്ക്. മൂന്നാമത്തെ പവർ സ്ട്രോക്ക്, ആ സമയത്താണ് കമ്പസ്റ്റിംഗ് നടക്കുന്നത്. ഇതിൻ്റെ എയർ ഫ്യൂവൽ മിക്സ്ചറിനെ സ്പാർക്ക് കൊടുത്ത് ബേൺ ചെയ്യുന്നു. അപ്പോൾ അത് കാരണം ഒരുപാട് ഹീറ്റ് എനർജി ഉണ്ടാകുന്നു, ഒരുപാട് ബേൺഡ് ഗ്യാസസ് ഉണ്ടാകുന്നു. അത് കാരണം പിസ്റ്റൺ അത് മുകളിൽ നിന്ന് താഴോട്ട് പുഷ് ചെയ്യും, അത് പവർ സ്ട്രോക്ക് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പിസ്റ്റൺ തിരിച്ച് മുകളിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഔട്ട്ലെറ്റ് വാൾവ് വഴി ഈ ബേൺഡ് ഗ്യാസസ് പുറത്തു പോവുകയും ചെയ്യും. അതിനെ എക്സോസ്റ്റ് സ്ട്രോക്ക് എന്നും പറയും. അപ്പോൾ ഈ 4 സ്ട്രോക്ക് ആണ് ഇവിടെ ഈ 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കും. മേ ബി ഒരു സെക്കൻഡിൽ 3-4 സൈക്കിൾസ് തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അത്രത്തോളം ഹൈ സ്പീഡിലായിരിക്കും നടക്കുന്നത്. വളരെ മൈക്രോ സെക്കൻഡ്സിലാണ് ഈ ഒരുപാട് ഇങ്ങനെ പിസ്റ്റൺ വളരെ സ്പീഡിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് നേക്കഡ് ഐ കൊണ്ട് ഇത് കാണാനൊന്നും നോക്കത്തില്ല. നമുക്ക് വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് വളരെ ഹൈ സ്ലോ മോഷനിൽ പ്ലേ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ കാണാൻ ഒക്കത്തുള്ളൂ. അല്ലാതെ നേക്കഡ് ഐ കൊണ്ട് ഇതിൻ്റെ മൂവ്മെൻ്റ് ഒന്നും കാണാനേ ഒക്കത്തില്ല. വളരെ ഹൈ RPM വളരെ ഹൈ സ്പീഡിലായിരിക്കും പിസ്റ്റൺ താഴോട്ട് മുകളിലോട്ടൊക്കെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ചെറിയ മൈക്രോ സെക്കൻഡ്സ് കൊണ്ട് തന്നെ തീരുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്താണ് ഈ എൻജിൻ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനാണ് നമ്മുടെ ഇപ്പോഴത്തെ ബൈക്കുകളും കാറുകളും എല്ലാം വർക്ക് ചെയ്യുന്നത് 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനിലാണ്. ഇത് തന്നെയാണ് ഏകദേശം 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെയും വർക്കിംഗ് എന്ന് പറയുന്ന ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. 2 വ്യത്യാസങ്ങളെ ഡീസൽ എഞ്ചിൻ്റെ കാര്യം ഇവിടെ വരത്തുള്ളൂ. ഒന്നാമത്തെ വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ ഈ ഡീസൽ എഞ്ചിനാണെങ്കിൽ ഫ്രഷ് എയർ ആണ് ഇതിൻ്റെ അകത്തോട്ട് ഇൻലെറ്റ് വാൾവ് വഴി അകത്തോട്ട് കിടന്ന ഫ്രഷ് എയർ ആയിരിക്കും, അല്ലാതെ എയർ ഫ്യൂവൽ മിക്സ്ചർ അല്ല. എയർ ഫ്യൂവൽ മിക്സ്ചർ പെട്രോൾ എഞ്ചിനിലാണെങ്കിൽ എയർ ഫ്യൂവൽ മിക്സ്ചർ ആയിരിക്കും അകത്തോട്ട് കയറുന്നത്. പക്ഷേ ഡീസൽ എഞ്ചിനാണെങ്കിൽ നേരിട്ട് ഫ്രഷ് എയർ ആയിരിക്കും, എയർ ഫിൽറ്റർ വഴി ഫ്രഷ് എയർ ആയിരിക്കും ഇതിൻ്റെ അകത്തോട്ട് കയറുന്നത്. ഡീസലിൻ്റെ കണ്ടൻറ്റ് കാണത്തില്ല, ഫ്രഷ് എയർ ആയിരിക്കും ഇതിൻ്റെ അകത്തോട്ട് കയറുന്നത്. അപ്പം ശ്രദ്ധിക്കുക, അവിടെ കാർബറേറ്റർ എന്ന് പറയുന്ന ഡിവൈസ് ഇല്ല. പെട്രോൾ എഞ്ചിന് മാത്രമേ കാർബറേറ്റർ ഉള്ളൂ, ഡീസൽ എഞ്ചിന് കാർബറേറ്റർ ഇല്ല. കാരണം കാർബറേറ്റർ എന്ന് പറയുന്ന ഡിവൈസ് പെട്രോളിനെയും എയറിനെയും കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഡീസൽ എഞ്ചിനിൽ ഇതിൻ്റെ അകത്തോട്ട് ഫ്രഷ് എയർ മാത്രമാണ് ഈ സിലിണ്ടറിൻ്റെ അകത്തോട്ട് കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എയർ ഫിൽറ്ററിൽ നിന്ന് നേരിട്ട് ഫ്രഷ് എയർ ഇതിൻ്റെ അകത്തോട്ട് കയറും, കാർബറേറ്ററിൻ്റെ ആവശ്യമില്ല. കാരണം എയർ ഫ്യൂലും കൂടെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ആദ്യത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഫ്രഷ് എയർ ആണ് ഇതിൻ്റെ അകത്തോട്ട് സിലിണ്ടറിൻ്റെ അകത്തോട്ട് കയറുന്നത്, എയർ ഫ്യൂൽ മിക്സ്ചർ അല്ല. അപ്പോൾ അത് ആദ്യത്തെ ഡിഫറൻസ്. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ സ്പാർക്ക് പ്ലഗ് എന്ന് പറയുന്ന ഡിവൈസ് ആയിരിക്കത്തില്ല ഡീസൽ എഞ്ചിനിൽ. അതിന് പകരം ഫ്യൂവൽ ഇഞ്ചക്ടർ ആയിരിക്കും. ഫ്യൂവൽ ഇഞ്ചക്ടർ ഇൻസ്റ്റെഡ് ഓഫ് സ്പാർക്ക് പ്ലഗ്. സ്പാർക്ക് പ്ലഗ് എന്ന് പറയുന്ന പെട്രോൾ എഞ്ചിനിൽ മാത്രമാണ് സ്പാർക്ക് പ്ലഗ് ഉപയോഗിക്കുന്നത്. ഡീസൽ എഞ്ചിനിലാണെങ്കിൽ ഫ്യൂവൽ ഇഞ്ചക്ടറാണ് ഉപയോഗിക്കുന്നത്. ഈ ഫ്യൂവൽ ഇഞ്ചക്ടർ ഉപയോഗിച്ച് ഡീസലിനെ ഇഞ്ചക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഡീസൽ എഞ്ചിൻ 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് എങ്ങനെയെന്ന് പറഞ്ഞാൽ ആദ്യം പിസ്റ്റൺ മുകളിൽ നിന്ന് താഴോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു സക്ഷൻ ഫോം ചെയ്യും. അത് ആ സമയത്ത് ഈ ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആവുകയും ഇതിൻ്റെ അകത്തോട്ട് ഫ്രഷ് എയർ ഇതിൻ്റെ അകത്തോട്ട് ഈ സിലിണ്ടറിൻ്റെ അകത്തോട്ട് കയറുകയും ചെയ്യും. എന്നിട്ട് പിസ്റ്റൺ താഴെ നിന്ന് മുകളിലോട്ട് മൂവ് ചെയ്യും. മുകളിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ 2 വാൾവും ക്ലോസ്ഡ് ആവും. ഇതിൻ്റെ അകത്തുള്ള ഫ്രഷ് എയർ ആയിരിക്കും കയറിയും കംപ്രസ്ഡ് ആവുന്നത്. ഈ കംപ്രസ്ഡ് ആവുമെന്ന് പറഞ്ഞാൽ വളരെ ഹൈ പ്രഷറിലായിരിക്കും കംപ്രസ്ഡ് ആവുന്നത്. ഈ പിസ്റ്റനെ നല്ലവണ്ണം അങ്ങ് കംപ്രസ് ചെയ്യും. മറ്റേ പെട്രോൾ എഞ്ചിനിൽ ഫോം ആവുന്ന പ്രഷറിനെക്കാളും വളരെ ഹൈ പ്രഷറായിരിക്കും ഈ ഡീസൽ എഞ്ചിനിൽ ഫോം ആവുന്നത്. അത് ഡീസൽ എഞ്ചിൻ്റെ ഒരു പ്രത്യേകതയാണ്.
പെട്രോൾ എഞ്ചിനിൽ ഉണ്ടാകുന്ന പ്രഷറിനേക്കാളും കൂടുതൽ പ്രഷറായിരിക്കും ഡീസൽ എഞ്ചിനിൽ അവിടെ ഉണ്ടാകുന്നത്. അപ്പം വളരെ ഹൈ പ്രഷറിൽ ഈ എയറിനെ അങ്ങ് കംപ്രസ് ചെയ്യും. അങ്ങനെ കംപ്രസ് ചെയ്ത് പിസ്റ്റൺ ഇവിടെ എത്താറാവുമ്പോൾ തൊട്ട് ഇവിടെ ടോപ്പ് ഡെസൻറ്റ് അടുത്തോട്ട് എത്താറാവുമ്പോഴേക്കും ഈ ഫ്യൂൽ ഇഞ്ചക്ടർ ഉപയോഗിച്ച്, ഇവിടെ സ്പാർക്ക് പ്ലഗ് ആയിരിക്കാതെ ഫ്യൂൽ ഇഞ്ചക്ടർ ആയിരിക്കും, ഫ്യൂൽ ഇഞ്ചക്ടർ ഉപയോഗിച്ച് ഡീസലിനെ അങ്ങ് സ്പ്രേ ചെയ്യും. വളരെ ഫൈൻ പാർട്ടിക്കിൾസ് ആയിട്ട് വളരെ ഹൈ വെലോസിറ്റിയിൽ ഡീസലിനെ സ്പ്രേ ചെയ്യും. അപ്പോൾ ഇവിടെ വളരെ ഹൈ പ്രഷറിലോട്ടാണ് ഈ ഫ്രഷ് എയറിനെ കംപ്രസ് ചെയ്യുന്നു എന്ന് പറഞ്ഞത്. അങ്ങനെ വളരെ ഹൈ പ്രഷറിലോട്ട് കംപ്രസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്തോട്ട് ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും. ആ ഫ്രഷ് എയറിൻ്റെ ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും, വളരെ ഹൈ പ്രഷറിലോട്ട് കംപ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹൈ ടെമ്പറേച്ചറിലുള്ള എയറിലോട്ടാണ് ഈ ഡീസലിനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് കാരണം ആ ഹൈ ടെമ്പറേച്ചർ കാരണം ഡീസൽ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ഇഗ്നേറ്റ് ആവും, അതായത് സെൽഫ് ഇഗ്നേറ്റ് ആവും എന്ന് പറയാം. കാരണം അവിടെ സ്പാർക്കിൻ്റെ ഒന്നും ആവശ്യമില്ല, ആൾറെഡി ഹൈ ടെമ്പറേച്ചർ ആയിട്ടുള്ള ഈ ഫ്രഷ് എയറിലോട്ടാണ് ഈ ഡീസലിനെ ഫൈൻ പാർട്ടിക്കിൾസ് ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങ് ഇഗ്നേറ്റ് ആവും. ഇഗ്നേറ്റായി കത്തിപ്പിടിച്ച് അവിടെ കത്തിപ്പിടിക്കുകയും ആ സമയത്ത് ഒരുപാട് ലോട്ട് ഓഫ് ഹീറ്റ് എനർജി ഫോം ചെയ്യുകയും ലോട്ട് ഓഫ് ബേൺഡ് ഗ്യാസസ് ഉണ്ടാവുകയും സഡനായിട്ട് അവിടുത്തെ പ്രഷർ കൂടുകയും അത് കാരണം ഈ പിസ്റ്റണിനെ താഴോട്ട് പുഷ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിനാണ് പവർ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും ബേണിങ് നടക്കുന്നുണ്ട്, പക്ഷേ സ്പാർക്കൊന്നും കൊടുക്കുന്നില്ല, അല്ലാതെ ഫ്യൂവലിനെ ഇഞ്ചക്ട് ചെയ്യുന്നതേ ഉള്ളൂ, ഡീസലിനെ ഇഞ്ചക്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഫ്യൂൽ ഇഞ്ചക്ടർ ഉപയോഗിച്ചായിരിക്കും ഇഞ്ചക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം അവിടെ കമ്പസ്റ്റിൻ നടക്കുകയും പിസ്റ്റനെ താഴോട്ട് പുഷ് ചെയ്യുകയും ചെയ്യും. അത് പവർ സ്ട്രോക്ക് എന്ന് പറയും. അതിനുശേഷം പിസ്റ്റൺ തിരിച്ച് മുകളിലോട്ട് മൂവ് ചെയ്യും. ആ സമയത്ത് ഈ ഔട്ട്ലെറ്റ് പോർട്ട് ഓപ്പൺ ആവുകയും ഇതിൻ്റെ അകത്തുള്ള എക്സോസ്റ്റ് ഗ്യാസസ് അങ്ങ് പുറത്തോട്ട് പോവുകയും ചെയ്യും. അതിന് എക്സോസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയും. അപ്പം ഇതാണ് 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ്. ബേസിക് ആയിട്ടുള്ള 2 ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇത് സ്പാർക്ക് പ്ലഗ് ഇല്ല, പകരം ഫ്യൂൽ ഇഞ്ചക്ടർ ആയിരിക്കും. ഡീസലിനെ ഇഞ്ചക്ട് ചെയ്യാനായിട്ട് ഫ്യൂൽ ഇഞ്ചക്ടർ ആയിരിക്കും. പിന്നെ എയർ ഫ്യൂൽ മിക്സ്ചർ ആയിരിക്കത്തില്ല ഇതിൻ്റെ സിലിണ്ടറിൻ്റെ അകത്തോട്ട് കയറുന്നത്, പകരം ഫ്രഷ് എയർ ആയിരിക്കും ഇതിൻ്റെ അകത്തോട്ട് കയറുന്നത്. പിന്നെയുള്ള മെയിനായിട്ടുള്ള ഒരു ഡിഫറൻസ് എന്തെന്ന് പറഞ്ഞാൽ വളരെ ഹൈ പ്രഷറിലോട്ടായിരിക്കും ഇതിനെ കംപ്രസ് ചെയ്യുന്നത്. ഡീസൽ എഞ്ചിൻ്റെ പ്രത്യേകത അതാണ്, വളരെ ഹൈ പ്രഷറിലോട്ടായിരിക്കും കംപ്രസ് ചെയ്യുന്നത്. നമ്മുടെ പെട്രോൾ എഞ്ചിനിൽ ഫോം ആവുന്നതിനേക്കാളും വളരെ ഹൈ പ്രഷറിലായിരിക്കണം ഇതിൽ കംപ്രഷൻ നടക്കുന്നത്. കാരണം എന്നാലേ ഈ ഡീസലിൽ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും, സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അത് താനെ കത്തിപ്പിടിക്കത്തുള്ളൂ, വേറെ സ്പാർക്കൊന്നും ഉപയോഗിക്കുന്നില്ല. അങ്ങനെ കത്തിപ്പിടിക്കണം എന്നുള്ളതുകൊണ്ട് വളരെ ഹൈ പ്രഷറിലോട്ടായിരിക്കും അത് കംപ്രസ് ചെയ്യുന്നത്. അപ്പം വളരെ ഹൈ ടെമ്പറേച്ചറാവും ആ ഫ്രഷ് എയറിന്. അപ്പം ഇത്രയൊക്കെയാണ് ഈ 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. നമ്മൾ പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും തമ്മിലുള്ള ഡിഫറൻസ്. ഈ പെട്രോൾ എഞ്ചിനെ സാധാരണ സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ എന്നാണ് പറയുന്നത്. കാരണം സ്പാർക്ക് കൊടുത്താണല്ലോ അതിൽ കമ്പസ്റ്റിൻ നടക്കുന്നത്. സ്പാർക്ക് കൊടുത്താണ് എയർ ഫ്യൂൽ മിക്സ്ചറിനെ ബേൺ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ എന്ന് പറയും. അല്ലെങ്കിൽ SI എഞ്ചിൻ, സ്പാർക്ക് ഇഗ്നീഷൻ്റെ ഷോർട്ട് ഫോമായ SI എഞ്ചിൻസ് എന്ന് പറയും. അപ്പോൾ SI എഞ്ചിൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പെട്രോൾ എഞ്ചിൻസ് എന്നാണ് അതിൻ്റെ മീനിങ്. ഡീസൽ എഞ്ചിൻസിനെ കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിൻ എന്നാണ് പറയുന്നത്. CI എഞ്ചിൻസ്, കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിൻ. കാരണം അതിനെ കംപ്രസ് ചെയ്താണ് ആ ഫ്യൂവലിനെ ഇഗ്നേറ്റ് ചെയ്യുന്നത്. കാരണം വളരെ ഹൈ പ്രഷറിലോട്ട് കംപ്രസ് ചെയ്തിട്ട് ഫ്യൂവലിനെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് അതിനെ കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിൻ എന്ന് പറയും, അല്ലെങ്കിൽ CI എഞ്ചിൻസ് എന്ന് പറയും. അപ്പോൾ CI എഞ്ചിൻസ് എന്ന് പറഞ്ഞാൽ മീനിങ് ഡീസൽ എഞ്ചിൻസ് എന്നാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് ഇനി നോക്കേണ്ടത്. ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്, പക്ഷേ എല്ലാം സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആദ്യം പെട്രോൾ എഞ്ചിനാണെങ്കിൽ അത് ഓട്ടോ സൈക്കിളിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഓട്ടോ സൈക്കിളായിരിക്കും. പക്ഷേ ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡീസൽ സൈക്കിളായിരിക്കും. ഈ സൈക്കിൾ നമുക്ക് പഠിക്കാനില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ അത് നോക്കുന്നില്ല. അപ്പോൾ എന്തായാലും പെട്രോൾ എഞ്ചിനാണെങ്കിൽ ഓട്ടോ സൈക്കിൾ ഉപയോഗിച്ചായിരിക്കും അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഓട്ടോ സൈക്കിളായിരിക്കും. ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് സൈക്കിൾ എന്ന് പറയുന്നത് ഡീസൽ സൈക്കിളായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാർബറേറ്റർ എന്ന് പറയുന്ന ഡിവൈസ് ഈ പെട്രോൾ എഞ്ചിൻസിൽ മാത്രമേ ഉള്ളൂ. അത് എയറും പെട്രോളും കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയാണ് കാർബറേറ്റർ ഉപയോഗിക്കുന്നത്. അതേസമയം ഡീസൽ എഞ്ചിൻസിൽ കാർബറേറ്ററിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് യൂസ് ചെയ്യുന്നുണ്ട്. പെട്രോൾ എഞ്ചിൻ സ്പാർക്ക് പ്ലഗ് ഉണ്ട്, അതേസമയം ഫ്യൂൽ ഇഞ്ചക്ടറാണ് ഡീസൽ എഞ്ചിൻസിലുള്ളത്. പിന്നെ സിലിണ്ടറിൻ്റെ അകത്തോട്ട് കയറുന്ന എയർ ഫ്യൂൽ മിക്സ്ചർ ആയിരിക്കും ഈ സിലിണ്ടറിൻ്റെ അകത്തോട്ട് കയറുന്ന പെട്രോൾ എഞ്ചിനാണെങ്കിൽ. ഡീസൽ എഞ്ചിനാണെങ്കിൽ ഫ്രഷ് എയർ ആയിരിക്കും സിലിണ്ടറിൻ്റെ അകത്തോട്ട് കയറുന്നത്. പിന്നെ ഞാൻ പ്രഷറിൻ്റെ കാര്യം പറഞ്ഞ പോലെ കംപ്രഷൻ റേഷ്യോ സാധാരണ പെട്രോൾ എഞ്ചിൻസിൽ കുറവായിരിക്കും. കമ്പയർ ടു ഡീസൽ എഞ്ചിൻസ് പെട്രോൾ എഞ്ചിൻസിൻ്റെ കംപ്രഷൻ റേഷ്യോ കുറവായിരിക്കും. കാരണം വളരെ കുറച്ച് പ്രഷറിൽ അതിനെ കംപ്രസ് ചെയ്യുന്നുള്ളൂ എന്ന് കരുതാം. പക്ഷേ ഡീസൽ എഞ്ചിൻസ് ആണെങ്കിൽ വളരെ ഹൈ പ്രഷറിലോട്ടാണ് കംപ്രസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കംപ്രഷൻ റേഷ്യോ വളരെ കൂടുതലായിരിക്കും ഡീസൽ എഞ്ചിൻസിൽ. പിന്നെ ഉള്ളത് നമ്മുടെ പ്രാക്ടിക്കലായിട്ടുള്ള 1-2 ഡിഫറൻസസ് ആണ്. ഈ പെട്രോൾ എഞ്ചിൻസിന് സാധാരണ മൈലേജ് കുറവായിരിക്കും, ഡീസൽ എഞ്ചിൻസിന് മൈലേജ് കൂടുതലായിരിക്കും. അതിൻ്റെ റിയൽ ആയിട്ടുള്ള എക്സാമ്പിൾ ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിച്ചു തരാം. എന്തായാലും ഡീസൽ എഞ്ചിൻസിൽ മൈലേജ് കൂടുതലാണ്, അതേസമയം പെട്രോൾ എഞ്ചിൻസിന് കമ്പാരിറ്റീവ്ലി മൈലേജ് കുറവായിരിക്കും. കമ്പയർഡ് ടു ഡീസൽ എഞ്ചിൻസ് പെട്രോൾ എഞ്ചിൻസിൻ്റെ മൈലേജ് കുറവായിരിക്കും. അതേസമയം പെട്രോൾ എഞ്ചിൻ്റെ വെയിറ്റ് കുറവായിരിക്കും, പെട്രോൾ എഞ്ചിൻ്റെ വെയിറ്റ് കുറവായിരിക്കും. അതേസമയം ഡീസൽ എഞ്ചിൻ്റെ വെയിറ്റ് കൂടുതലായിരിക്കും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡീസൽ എഞ്ചിൻസിൽ ഒരുപാട്
പ്രഷർ ഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞു. പെട്രോൾ എഞ്ചിനെക്കാളും വളരെ ഹൈ പ്രഷറാണ് ഡീസൽ എഞ്ചിനിൽ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത്രത്തോളം പ്രഷറിനെ വിസ്റ്റാൻഡ് ചെയ്യാനായിട്ട് വളരെ ഹെവി കാസ്റ്റിംഗ് ആണ് ഈ എൻജിൻ ബ്ലോക്കൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ഹെവി മെറ്റലൊക്കെ ഉപയോഗിച്ച് കൂടുതൽ തിക്നെസ് ഒക്കെ കൊടുത്താണ്, ഈ സിലിണ്ടർ വാൾസിനൊക്കെ കൂടുതൽ തിക്നെസ് ഒക്കെ കൊടുത്താണ് ഈ ഡീസൽ എഞ്ചിൻ്റെ എൻജിൻസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻജിൻസിൻ്റെ വെയിറ്റ് കൂടും. കാരണം അത്രത്തോളം ഹൈ പ്രഷർ വിസ്റ്റാൻഡ് ചെയ്യണം ഈ ഡീസൽ എൻജിൻസ്. അതുകൊണ്ട് തന്നെ ഡീസൽ എൻജിൻസിൻ്റെ വെയിറ്റ് കൂടും. അതുപോലെ തന്നെ ഡീസൽ എൻജിൻസിൻ്റെ കോസ്റ്റും കൂടുതലായിരിക്കും. കാരണം കൂടുതൽ മെറ്റൽ ഉപയോഗിച്ചിട്ടാണ്, കൂടുതൽ വെയിറ്റ് ഉള്ള എൻജിൻസാണ് ഈ ഡീസൽ എൻജിൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോസ്റ്റും കൂടുതലാണ്. അതുപോലെ തന്നെ മെയിൻ്റനൻസും കൂടുതലായിരിക്കും ഡീസൽ എൻജിൻസ്. അതാണ് അടുത്ത ഡിഫറൻസ്. പെട്രോൾ എൻജിൻസ് സാധാരണ മെയിൻ്റനൻസ് കുറവായിരിക്കും, ഡീസൽ എൻജിൻസിന് മെയിൻ്റനൻസ് കൂടുതലായിരിക്കും. നമ്മുടെ കാറിൻ്റെ കേസ് തന്നെ എടുത്താൽ അറിയാം, പെട്രോൾ സെയിം കാർ തന്നെ പെട്രോൾ എൻജിനാണെങ്കിൽ മെയിൻ്റനൻസ് കുറവായിരിക്കും, അതേസമയം ഡീസൽ എൻജിനാണ് അതിൽ ഉപയോഗിക്കുന്നത് മെയിൻ്റനൻസ് കൂടുതലായിരിക്കും. കാരണം ഈ വളരെ ഹൈ പ്രഷർ വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ എൻജിൻസിൻ്റെ കമ്പോണൻസിന് ഈ ഡിഫക്റ്റ് ഉണ്ടാവാനുള്ള, അല്ലെങ്കിൽ ബ്രേക്ക് ഉണ്ടാവാനുള്ള, അല്ലെങ്കിൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. ഡീസൽ എൻജിൻസിലാണെങ്കിൽ വളരെ ഹൈ പ്രഷറാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ അത്രത്തോളം ഹൈ പ്രഷർ ബാക്കിയുള്ള കമ്പോണൻസും കൂടെ വിസ്റ്റാൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വിസ്റ്റാൻഡ് ചെയ്യാതെ വരുന്ന അവസ്ഥയിൽ അതിന് ഓരോ ഡിഫക്ട്സ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഡീസൽ എൻജിൻസിന് മെയിൻ്റനൻസ് കൂടുതലാണ്. പക്ഷേ അതേസമയം പെട്രോൾ എൻജിൻസിന് കമ്പാരിറ്റീവ്ലി മെയിൻ്റനൻസ് കുറവാണ്. പിന്നെ എൻജിൻ്റെ കോസ്റ്റ്, പെട്രോൾ എൻജിനാണെങ്കിൽ എൻജിൻ്റെ കോസ്റ്റ് കുറവാണ്, കാരണം വെയിറ്റ് ഒക്കെ കുറവാണ്, അതുകൊണ്ട് കോസ്റ്റ് കുറവാണ്. അതേസമയം എൻജിൻ്റെ കോസ്റ്റ് കൂടുതലായിരിക്കും ഡീസൽ എൻജിനാണെങ്കിൽ. അതുപോലെ തന്നെ വൈബ്രേഷനും നോയ്സും ഒക്കെ കൂടുതലായിരിക്കും ഡീസൽ എൻജിൻ. ഡീസൽ എൻജിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത് കുറച്ച് വൈബ്രേഷൻ കൂടുതലായിരിക്കും, അതേസമയം തന്നെ സൗണ്ടും കൂടുതലായിരിക്കും. നമ്മുടെ ഇപ്പോൾ ഒരു കാർ, ഇപ്പോൾ ഹോണ്ട സിറ്റി ആണെന്ന് കരുതുക. ഹോണ്ട സിറ്റി ആകുമ്പോൾ പെട്രോളും ഡീസൽ വേരിയൻറ്റും ഉണ്ട്. പെട്രോൾ എൻജിനാണെങ്കിൽ നമ്മൾ കയറി ഇടുന്ന എൻജിൻ സ്റ്റാർട്ട് ചെയ്താലും നമ്മൾ അറിയത്തില്ല എൻജിൻ സ്റ്റാർട്ടായോ ഇല്ലയെന്ന്. കാരണം അത്രത്തോളം കാം ആയിരിക്കും, അത്രത്തോളം ക്വയറ്റ് ആയിരിക്കും, ഒരു വൈബ്രേഷനും കാണത്തില്ല. നമ്മൾ മേ ബി ആക്സിലേറ്ററൊക്കെ ചവിട്ടിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ എൻജിൻ ഓൺ ആണോ അല്ലയോ എന്ന്. അത്രത്തോളം സ്മൂത്ത് ആയിരിക്കും, അത്രത്തോളം ക്വയറ്റ് ആയിരിക്കും ആ എൻജിൻ എന്ന് പറയുന്നത്. അതേസമയം ഡീസൽ എൻജിനാണ് എങ്കിൽ ആ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നമ്മൾ ഏകദേശം മനസ്സിലാകും, കുറച്ചൊരു വൈബ്രേഷനൊക്കെ ഉണ്ടാകും, കുറച്ചും കൂടെ കൂടുതൽ സൗണ്ട് ഉണ്ടായിരിക്കും ഡീസൽ എൻജിനാണെങ്കിൽ. നമുക്ക് ഡീസൽ എൻജിൻ ഓൺ ചെയ്തിരിക്കുക തന്നെ നമുക്ക് മനസ്സിലാവും, ചെറിയൊരു വൈബ്രേഷൻ എന്തായാലും വണ്ടിയിൽ കാണും. ഹോണ്ട സിറ്റിയിലുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എന്നാലും കമ്പാരിറ്റീവ്ലി ഈ ഡീസൽ എൻജിനാണെങ്കിൽ വൈബ്രേഷൻ കൂടുതലായിരിക്കും, അതുപോലെ തന്നെ സൗണ്ടും കൂടുതലായിരിക്കും. അതിൻ്റെ റീസൺ എന്തെന്ന് പറഞ്ഞാൽ ഈ വളരെ ഹൈ പ്രഷറിലാണ് ആ എൻജിൻ വർക്ക് ചെയ്യുന്നത്. പെട്രോൾ എൻജിനെക്കാളും വളരെ ഹൈ പ്രഷറിലാണ് ഡീസൽ എൻജിൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈബ്രേഷൻ കൂടുതലായിരിക്കും, സൗണ്ടും കൂടുതലായിരിക്കും. പക്ഷേ പവറിൻ്റെ കേസ് വരികയാണെങ്കിൽ പെട്രോൾ എൻജിനായിരിക്കും കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് പെട്രോളിൻ്റെ കലോറിക് വാല്യൂ കൂടുതലാണ് എന്നൊക്കെയുള്ള റീസൺ നമുക്ക് പറയാം. പെട്രോൾ എൻജിനാണ് കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കമ്പാരിറ്റീവ്ലി. ഡീസൽ എൻജിനേക്കാളും കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പെട്രോൾ എൻജിനാണ്. പക്ഷേ ടോർക്കിൻ്റെ കേസ് വരുമ്പോൾ കൂടുതൽ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഡീസൽ എൻജിനാണ്. ഈ ടോർക്ക് എന്താണെന്ന് അറിയാമോ? പുള്ളിങ് പവറിനെയാണ് ടോർക്ക് എന്ന് പറയുന്നത്. ഇപ്പം വണ്ടി സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ്, സ്റ്റില്ലായിട്ട് മൂവ് ചെയ്ത് നിൽക്കുകയാണ്, ഒരു നിറച്ച് ലോഡ് ഉണ്ടെന്നും കരുതുക. മേ ബി നമുക്ക് ബസ്സിൻ്റെയോ അല്ലെങ്കിൽ ലോറി ഫുൾ ലോഡിലിരിക്കുകയാണ്, ലോറി നിൽക്കുകയാണ്, ഫുൾ ലോഡിൽ നിൽക്കുകയാണ്. ലോറി ഓൺ ചെയ്ത് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കപ്പോഴേക്കും മൂവ് ചെയ്ത് തുടങ്ങും. അപ്പം വളരെ ഹൈ ലോഡാണ് ആ ലോറിയിലിരിക്കുന്നത്. ആ ലോഡിനെ വലിച്ചുകൊണ്ട് വേണം അതിന് മൂവ് ചെയ്ത് തുടങ്ങാനായിട്ട്. അപ്പം അതിന് വേണ്ടി സത്യം പറഞ്ഞാൽ പവറല്ല വേണ്ടത്, ടോർക്കാണ് വേണ്ടത്. അതായത് പുള്ളിങ് പവർ എന്ന് പറയും. വളരെ സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് നിൽക്കുന്ന ഒരു വെഹിക്കിളിനെ മൂവ് ചെയ്ത് തുടങ്ങണമെങ്കിൽ വളരെ ഹൈ ടോർക്ക് ആവശ്യമുണ്ട്, എന്നാൽ മാത്രമേ അത് മൂവ് ചെയ്ത് തുടങ്ങത്തുള്ളൂ. അതായത് കൂടുതൽ ലോഡ് വലിക്കാനുള്ള കപ്പാസിറ്റി കൂടുതൽ ഡീസൽ എൻജിൻസിനാണ്. പെട്രോൾ എൻജിനേക്കാളും കൂടുതൽ ലോഡ് വലിക്കുന്നത് ഡീസൽ എൻജിൻസ് ആയിരിക്കും. അതാണ് ടോർക്ക് കൂടുതൽ എന്ന് പറയുന്നത്. അതേസമയം കൂടുതൽ സ്പീഡ് എടുക്കാനാണ് ഈ പവർ എന്ന സംഭവം വേണ്ടത്. കൂടുതൽ ഹൈ സ്പീഡ് എടുക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ആക്സിലറേഷനൊക്കെ കൂടാൻ വേണ്ടിയാണ് ഈ പവർ എന്ന സംഭവം വേണ്ടത്. അപ്പോൾ അത് കൂടുതൽ നമ്മുടെ പെട്രോൾ എൻജിനാണ്. അതുകൊണ്ടാണ് റേസിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന വെഹിക്കിൾസൊക്കെ സാധാരണ പെട്രോൾ എൻജിൻസാണ്. അത് ഡീസൽ എൻജിൻസിൽ വയ്ക്കത്തില്ല. കാരണം ഡീസൽ എൻജിൻസിന് ആക്സിലറേഷനും കുറവാണ്, ഹൈ സ്പീഡ് എടുക്കുന്ന അതും കുറവായിരിക്കും. പക്ഷേ പെട്രോൾ ആണെങ്കിൽ കൂടുതൽ ഹൈ സ്പീഡ് അറ്റൈൻ ചെയ്യാനൊക്കെ ആക്സിലറേഷനും കൂടുതലായിരിക്കും. അപ്പോൾ പവർ കൂടുതൽ പെട്രോൾ എൻജിൻസിലാണ്, ടോർക്ക് കൂടുതൽ ഡീസൽ എൻജിൻസിലാണ്. അതുപോലെ തന്നെ സ്പീഡിൻ്റെ കാര്യം, കൂടുതൽ സ്പീഡ് എടുക്കാൻ സാധിക്കുന്നത് പെട്രോൾ എൻജിൻസ് ഉപയോഗിച്ചായിരിക്കും. ഡീസൽ എൻജിൻസ് കമ്പാരിറ്റീവ്ലി ടോപ്പ് സ്പീഡ് കുറവായിരിക്കും. പിന്നെ മെയിനായിട്ടുള്ള പൊല്യൂഷൻ്റെ കേസ്, അത് ഡീസലിൻ്റെ ഒരു പ്രോബ്ലം ആണെന്ന് പറയാം. ഡീസൽ ബേൺ ചെയ്യുമ്പോൾ കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാകുന്ന കമ്പോണൻസ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡീസൽ എൻജിൻസിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാകുന്നു. പക്ഷേ പെട്രോൾ ബേൺ ചെയ്യുമ്പോൾ അത്രത്തോളം പൊല്യൂട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് ഒന്നും പ്രൊഡ്യൂസ് ആവുന്നില്ല. എക്സോസ്റ്റ് ഗ്യാസിൽ അത്രത്തോളം പൊല്യൂട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് ഒന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് പൊല്യൂഷൻ കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പെട്രോൾ എൻജിനാണെങ്കിൽ പൊല്യൂഷൻ കുറവായിരിക്കും, ഡീസൽ എൻജിൻസ് ആണെങ്കിൽ പൊല്യൂഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഡൽഹിയിൽ ഇപ്പം ഡീസൽ വെഹിക്കിൾസ് ഒക്കെ ബാൻ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ ന്യൂസ് വരുന്നതിൻ്റെ കാര്യം അതാണ്. പൊല്യൂഷൻ കൂടുതൽ ഉണ്ടാകുന്നത് ഡീസൽ എൻജിൻസിൻ്റെ വർക്കിംഗ് കാരണമാണ്.
അപ്പോൾ ഇതാണ് ഈ പെട്രോൾ എഞ്ചിൻസും ഡീസൽ എഞ്ചിൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്നൊക്കെ പറയുന്നത്. ഇത് ഓർത്ത് വയ്ക്കുക. ഇനി ഒരു റിയൽ കേസ് എക്സാമ്പിൾ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോണ്ട സിറ്റി പെട്രോളും ഡീസൽ വേരിയൻസും, പെട്രോൾ വേരിയൻറ്റും ഡീസൽ വേരിയൻറ്റും ഉണ്ട്. അതിൻ്റെ തമ്മിലുള്ളൊരു കമ്പാരിസൺ എടുക്കാം. ഇപ്പോൾ മൈലേജിൻ്റെ കേസ് പറയുകയാണെങ്കിൽ കമ്പനി ക്ലെയിം ചെയ്യുന്നത് തന്നെ പെട്രോൾ എഞ്ചിനാണെങ്കിൽ 17 km/L മൈലേജാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അത് പെട്രോൾ എഞ്ചിനാണെങ്കിൽ. സെയിം സാധനം ഡീസൽ എഞ്ചിനാണെങ്കിൽ 25 km/L ക്ലെയിം ചെയ്യുന്നുണ്ട്. ക്ലെയിം ചെയ്യുന്നത് തന്നെ കൂടുതലാണ്. അപ്പോൾ സാധാരണ ഈ ഡീസൽ എഞ്ചിൻസിന് മൈലേജ് കൂടുതലായിരിക്കും. പെട്രോൾ എഞ്ചിനെക്കാളും കൂടുതൽ മൈലേജ് കൂടുതലായിരിക്കും ഡീസൽ എഞ്ചിൻസിന്. അതേസമയം പവർ കുറവായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പവർ കൂടുതൽ പെട്രോൾ എഞ്ചിൻസിലായിരിക്കും പവർ കൂടുതൽ. പക്ഷേ ടോർക്ക് കൂടുതൽ ഡീസൽ എഞ്ചിൻസിലായിരിക്കും. കൂടുതൽ ലോഡ് വലിക്കാനുള്ള കപ്പാസിറ്റി കൂടുതൽ ഈ ഡീസൽ എഞ്ചിൻസിനാണ്. അതുകൊണ്ടാണ് ലോറിയിലും ബസ്സിലും ഒക്കെ അതിലൊക്കെ കൂടുതൽ ലോഡാണല്ലോ വലിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് പെട്രോളും ഈ ലോറിയിലും ബസ്സിലുമൊക്കെ ഈ ഡീസൽ എഞ്ചിൻസ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതിന് ടോർക്ക് കൂടുതലായിരിക്കും. പിന്നെ കംപ്രഷൻ റേഷ്യോ കൂടുതൽ ഡീസൽ എഞ്ചിൻസിലായിരിക്കും. കാരണം വളരെ ഹൈ പ്രഷറിൽ കംപ്രഷൻ നടക്കാനുള്ളതാണ് ഡീസൽ എഞ്ചിൻസിൽ. അതുകൊണ്ട് തന്നെ കംപ്രഷൻ റേഷ്യോ കൂടുതലായിരിക്കും ഡീസൽ എഞ്ചിൻസിൽ. ടോപ്പ് സ്പീഡ് കൂടുതൽ പെട്രോൾ വേരിയൻറ്റിലായിരിക്കും. അതേസമയം വെയിറ്റ് കൂടുതൽ ഡീസൽ വേരിയൻറ്റിലായിരിക്കും. കാരണം ഡീസൽ എഞ്ചിന് തന്നെ വെയിറ്റ് ഒരുപാട് വരും. വളരെ ഹൈ പ്രഷർ വിസ്റ്റാൻഡ് ചെയ്യാൻ എന്നുള്ളതുകൊണ്ട് വളരെ ഹെവി കാസ്റ്റിംഗ് ഒക്കെ ആയിരിക്കും ഈ കാസ്റ്റിംഗ് ഒക്കെ ഉപയോഗിച്ചായിരിക്കും ഈ എഞ്ചിൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിറ്റ് കൂടുതൽ എഞ്ചിൻ്റെ വെയിറ്റ് കൂടുതൽ, അല്ലെങ്കിൽ വണ്ടിയുടെ, അതുകൊണ്ട് തന്നെ വെഹിക്കിളിൻ്റെ തന്നെ വണ്ടിയുടെ തന്നെ കാറിൻ്റെ തന്നെ വെയിറ്റ് കൂടുതൽ സാധാരണ ഡീസൽ എഞ്ചിനുള്ള കാറിനായിരിക്കും. മെയിനായിട്ടുള്ള ഡിഫറൻസ് പറഞ്ഞാൽ എഞ്ചിൻ തന്നെയാണ്. എഞ്ചിൻ്റെ വെയിറ്റ് എന്തായാലും കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിയുടെ വെയിറ്റും കൂടുതലായിരിക്കും ഡീസൽ വേരിയൻറ്റിന്. അതുപോലെ തന്നെ ഈ എഞ്ചിന് കൂടുതൽ വെയിറ്റൊക്കെ വരുന്നതുകൊണ്ട് തന്നെ കോസ്റ്റും കൂടുതലായിരിക്കും ഈ ഡീസൽ വേരിയൻ്റ് ആണെങ്കിൽ. ഏത് വെഹിക്കിളായിരുന്നാലും ഡീസൽ വേരിയൻറ്റിന് സാധാരണ കോസ്റ്റ് കൂടുതലായിരിക്കും. കാരണം എഞ്ചിനിൽ വെയിറ്റ് കൂടുതലാണ്, അതുകൊണ്ട് കോസ്റ്റ് കൂടുന്നു. അത് മാത്രവുമല്ല, നല്ല വെഹിക്കിൾസ് ആണെങ്കിൽ ഈ ഡീസൽ എഞ്ചിൻസിൻ്റെ വൈബ്രേഷനും നോയ്സും കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരുപാട് എക്യുപ്മെൻറ്റ്സും കൂടെ കൂടുതൽ കാണും. ആ എക്യുപ്മെൻറ്റ്സ് ഒന്നും പെട്രോൾ എഞ്ചിൻസ് കാണത്തില്ല. പെട്രോൾ എഞ്ചിൻസ് സാധാരണ വൈബ്രേഷനും നോയ്സും ഒക്കെ കുറവാണ്. പക്ഷേ ഡീസൽ എഞ്ചിൻസിൽ വൈബ്രേഷനും നോയ്സും ഒക്കെ കൂടുതലാണ്. അപ്പോൾ നല്ല കാറാണെങ്കിൽ, നല്ല കമ്പനിയാണെങ്കിൽ അത് ഈ നോയ്സും വൈബ്രേഷനും കുറയ്ക്കാൻ വേണ്ടിയുള്ള അഡീഷണൽ എക്യുപ്മെൻറ്റ്സും കൂടെ ആ കാറിൽ കാണും. അതുകൊണ്ട് തന്നെ കോസ്റ്റ് കൂടുതലായിരിക്കും ഡീസൽ വേരിയൻ്റ് ആണ് എങ്കിൽ. ഇത് ഇപ്പോഴത്തെ കോസ്റ്റ് അല്ല, 1-2 വർഷം മുന്നേ ഉള്ള പ്രൈസാണ് ഞാൻ ഈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കോസ്റ്റ് കൂടുതൽ ഈ ഡീസൽ എഞ്ചിൻസിലുള്ള വെഹിക്കിൾസിനായിരിക്കും. അപ്പോൾ ഇതാണ് 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിനും അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിനും, അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിൻസും ഡീസൽ എഞ്ചിൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പം 4 സ്ട്രോക്ക് ആയിരുന്നാലും 2 സ്ട്രോക്ക് ആയിരുന്നാലും ഈ ഡിഫറൻസസ് ഒക്കെ തന്നെയാണ് മെയിൻലി ഉള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ 4 സ്ട്രോക്ക് എഞ്ചിനും 2 സ്ട്രോക്ക് എഞ്ചിനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ബാക്കി അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം.